സ്ത്രീ ശാക്തീകരണത്തെ തോൽപ്പിച്ചു കളയുന്ന സ്ത്രീധനം. ബഷീർ ഉളിയിൽ. സ്ത്രീധനത്തിനെതിരെ, സ്ത്രീ പീഡനത്തിനെതിരെ സ്ത്രീപക്ഷ നവകേരളം എന്ന ബൃഹത് പദ്ധതി സർക്കാർ തലത്തിൽ തന്നെ ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം. 60 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേന്ദ്ര സർക്കാരും സ്ത്രീധന നിരോധന നിയമവും പാസാക്കിയിട്ടുണ്ട്. വിവാഹത്തിന് വധുവിന്റെ വീട്ടുകാരിൽ നിന്ന് പണമോ സ്വത്തോ വാങ്ങുന്നത് 1961 സ്ത്രീധന നിരോധന നിയമമനുസരിച്ച് കുറ്റകരമാണ്. 2004 സംസ്ഥാന സർക്കാർ സ്ത്രീധന നിരോധന ചട്ടം നടപ്പാക്കുകയും 14 ജില്ലകളിലും സ്ത്രീധന നിരോധന ഓഫീസർമാരെ നിയമിക്കുകയും ചെയ്തു. സ്ത്രീധനമടക്കമുള്ള വിവാഹവുമായി ബന്ധപ്പെട്ട സകല അത്യാചാരങ്ങൾക്കുമെതിരെയുള്ള ഉത്ബോധനങ്ങളും സദാചാര പ്രഘോഷണങ്ങളും വേറെയും നടക്കുന്നുണ്ട്. എന്നിട്ടും സാക്ഷര പ്രബുദ്ധ സ്ത്രീ ശാക്തീകൃത കേരളത്തിൽ കഴിഞ്ഞ 7 വർഷത്തിനിടെ നടന്ന സ്ത്രീ മരണങ്ങൾ 4089 എണ്ണമാണ്. അവയിൽ 92 എണ്ണം സ്ത്രീധനവുമായും 3997 മരണങ്ങൾ ഗാർഹിക പീഡനവുമായും ബന്ധപ്പെട്ടവയാണ്. ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും നവമലയാളിയുടെ അടിസ്ഥാന ദുരാഗ്രഹങ്ങൾക്ക് ഒരേ നിറമാണ്. ഒരു രക്തഹാരം അങ്ങോട്ടും ഒന്നിങ്ങോട്ടും എന്നൊക്കെയുള്ള കിടിലൻ ഡയലോഗ് അടിക്കുന്നവർ പോലും ഈ അടിസ്ഥാന ദൗർബല്യങ്ങളിൽ നിന്ന് മുക്തരല്ല. 100 പവനും 1 ഏക്കർ ഭൂമിയും ₹1,00,000 കാറും കിട്ടിയിട്ടും ആർത്തി തീരാഞ്ഞിട്ടാണ് CPI കൈതക്കോട് ബ്രാഞ്ച് സെക്രട്ടറി സഖാവ് ത്രിവിക്രമന്റെ മകൾ വിസ്മയ ഭർത്താവായ പോലീസ് ഓഫീസറുടെ പീഡനത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം ജീവനൊടുക്കിയത്. ബഹുജന അടിത്തറയുള്ള മതസാമുദായിക നേതാക്കൾ സ്ത്രീധനത്തെ ഒരു ഒഴുക്കൻ മട്ടിൽ എതിർക്കുന്നതൊഴിച്ചാൽ അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയോ അത്തരം വിവാഹങ്ങൾ ബഹിഷ്കരിക്കുകയോ ചെയ്യാറില്ല. മുസ്ലിം സമുദായത്തിലെ സർഗാത്മക ന്യൂനപക്ഷത്തെ ഒഴിച്ചു നിർത്തിയാൽ സ്ത്രീധന വിഷയത്തിൽ ആലിമീങ്ങളുടെ നിലപാട് ലാ ഇലാഹ ഉലാഇ വലാ ഇലാഹ ഉലാഇ ടൈപ്പ് അഴകുഴമ്പനാണ് എന്ന് പറയേണ്ടി വരും. നജസിന്റെ അജ്നാസും ജനാബത്തിന്റെ അഹ്കാമും നിർദ്ധാരണം ചെയ്യാൻ കാണിക്കുന്ന ശുഷ്കാന്തി അവർ സ്ത്രീധനീയത്തിൽ കാണിക്കാറില്ല. ക്രൈസ്തവരിലാണെങ്കിൽ വമ്പൻ സ്ത്രീധനത്തുക സ്വപ്നം കണ്ടാണ് വൈദികർക്ക് വിവാഹം കഴിക്കാൻ അനുവാദമുള്ള സഭകളിലെ ചില അച്ഛന്മാർ ലോഹ ഇടുന്നത് എന്ന് പോലും ഇടവകകളിൽ ശ്രുതിയുണ്ട്. അഥവാ കൊട്ടിഘോഷിക്കുന്ന ആദർശങ്ങളോട് ഒരു തരത്തിലും നീതി പാലിക്കാത്തവരാണ് കേരളത്തിലെ മതരാഷ്ട്രീയ നേതൃത്വങ്ങൾ. വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത പാവങ്ങൾ എന്ന് കാറ്റഗറൈസ് ചെയ്യപ്പെട്ടവരിൽ നിന്നല്ല, പഠിപ്പും പത്രാസുമുള്ള വരേണ്യവർഗത്തിൽ നിന്നാണ് ഇമ്മാതിരി പണാർത്തി പണ്ടാരങ്ങൾ ഉണ്ടാകുന്നത് എന്നറിയുമ്പോഴാണ് നാം ഇതുവരെ ആർജിച്ചത് സാക്ഷരതയല്ല രാക്ഷസതയാണ് എന്ന് ബോധ്യപ്പെടുന്നത്. സ്ത്രീ ശാക്തീകരണത്തിന് അംഗൻവാടിയിലെ അങ്കണപ്പൂമഴ മുതൽ അട്ടപ്പാടിയിലെ ആദിവാസി ഊരുകളിലെ പെൺട്രിക്ക കൂട്ട വരെയുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്. ശാക്തീകരണത്തിലൂടെ വിദ്യാഭ്യാസ തൊഴിൽ സ്വാതന്ത്ര്യത്തോടൊപ്പം സാമ്പത്തിക സുസ്ഥിതി കൂടി ആർജിച്ച് ഭൗതികമായി പുരുഷനോടൊപ്പമോ അതിനപ്പുറമോ എത്താൻ സ്ത്രീകൾക്ക് സാധ്യമായിട്ടുണ്ട് എന്ന വലിയ ശരിയോടൊപ്പം തിക്തമായ സത്യമാണ് പുരുഷന്റെ ഷഖായിക്ക് അഥവാ കൂടപ്പിറപ്പുകൾ എന്ന് പ്രവാചകൻ വിശേഷിപ്പിച്ച സ്നേഹിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യപ്പെടേണ്ട സ്ത്രീകൾ ആണധികാര വ്യവസ്ഥിതിക്ക് കീഴിൽ കടുത്ത പീഡനങ്ങൾ സഹിക്കേണ്ടി വരുന്നു എന്നത്. ആർത്തിയും ആസക്തിയും അരങ്ങുവാഴുന്ന ഉപഭോഗ സംസ്കാരത്തിൽ ഉപയുക്തമായ വസ്തുക്കൾക്ക് മാത്രമേ വിലയുണ്ടാവുകയുള്ളൂ. അത് വസ്തുവായാലും മനുഷ്യനായാലും. വിവാഹം കമ്പോളമാവുകയും അവിടെ സ്ത്രീ ചരക്കാവുകയും ചെയ്യുക എന്നത് ഉപഭോഗ സംസ്കൃതിയുടെ സ്വാഭാവിക രീതിയാണ്. പെണ്ണായാൽ എല്ലാം സഹിക്കണമെന്ന ആണധികാര വ്യവസ്ഥയുടെ ഉപോൽപ്പന്നമാണ് സ്ത്രീധന പീഡനങ്ങളും തജന്യമായ ആത്മഹത്യകളും. യുദ്ധമായാലും വിവാഹമായാലും സർവം സഹയാവണം പെണ്ണ് എന്നത് ഈ വ്യവസ്ഥയിലെ അലിഖിത നിയമങ്ങളാണ്. 6 രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് 6 സ്ത്രീകളുടെ കഥ പറയുന്ന ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ എന്ന പുസ്തകത്തിൽ സുധാ മേനോൻ ഒരു പാകിസ്ഥാനി പെൺകുട്ടിയുടെ വാക്കുകൾ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: എന്തിനാണ് നമ്മൾക്ക് അതിർത്തികൾ? പട്ടിണിയും തീരാരോഗവും പെൺകുട്ടികളെ സ്വാതന്ത്ര്യം നൽകാതെ തളച്ചിടലും ഒക്കെ രണ്ടിടത്തുമില്ലേ? പിന്നെ ആർക്കു വേണ്ടിയാണ് ഈ യുദ്ധങ്ങൾ? വിഷഗ്രസ്തമായ ഉപഭോഗ സംസ്കാരത്തിൽ ഉഗ്രവിഷമുള്ള മൂർഖൻ പാമ്പായും കാക്കിയിട്ട പോലീസായും മെഡിക്കൽ ഗൗണിട്ട അപ്പോത്തക്കിരിയായി ഒക്കെയാണ് സ്ത്രീധന പിശാചുക്കൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 2020 ഉത്ര എന്ന യുവവധുവിനെ തനിക്ക് സ്ത്രീധനമായി കിട്ടിയ കാറിൽ മൂർഖൻ പാമ്പിനെ കൊണ്ടുവന്ന് കടിപ്പിച്ചു കൊന്നുകളഞ്ഞ ഭർത്താവ് സൂരജ് ബിരുദധാരിയാണെങ്കിൽ 3 വർഷങ്ങൾക്ക് ഇപ്പുറം 150 പവൻ സ്വർണവും 15 ഏക്കർ ഭൂമിയും BMW കാറും സ്ത്രീധനമായി ചോദിച്ചുകൊണ്ട് പ്രണയിച്ച പെണ്ണിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട റുവൈസ്
അതുക്കും മേലെയുള്ള ഒരു ഡോക്ടറാണ്. മെഡിക്കൽ PG വിദ്യാർത്ഥി അസോസിയേഷൻ പ്രസിഡന്റാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥികളായിരുന്നു ഡോക്ടർ ഷഹനയും ഡോക്ടർ ഉവൈസും. ഉത്ര, വിസ്മയ, അർച്ചന തുടങ്ങി ഇപ്പോൾ ഷഹന, മുർസീന, ഷിബിന തുടങ്ങി കയറിലും കായലിലും ജീവിതം അവസാനിപ്പിക്കുന്ന പെൺകുട്ടികൾ ജാതിമത പ്രാദേശിക ഭേദമന്യേ സാർവത്രികമായിരിക്കുന്നു. പ്രണയവും കാരുണ്യവും ആധാരങ്ങളാകേണ്ടുന്ന വിവാഹങ്ങൾ വിൽപ്പനയും വിലപേശലുമുള്ള ഇടപാടുകളായി മാറിയത് ഈ ഉപഭോഗ സംസ്കാരത്തിന്റെ ഫലമായാണ്. പ്രത്യക്ഷമായോ പരോക്ഷമായോ സ്ത്രീധനം പ്രധാന വിഷയമാവാത്ത വിവാഹങ്ങൾ വിരളമായിരിക്കുന്നു. പോക്കറ്റ് മണിയായും അവർക്കിഷ്ടമുള്ള ആഭരണങ്ങളായും അല്പം മയപ്പെട്ടാണ് പുരോഗമന വേദികളിൽ സ്ത്രീധനം പ്രത്യക്ഷപ്പെടുന്നത് എന്ന് മാത്രം. ദമ്പതികൾ കാഴ്ചവസ്തുക്കളാവുകയും വിവാഹവേദികൾ തറവാടിത്തത്തിന്റെയും സമ്പന്നതയുടെയും കാഴ്ചപ്പെട്ടകങ്ങളാവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും പണം തന്നെയാണ് ഒരേ സമയം അവിടെ വില്ലനും നായകനുമാവുന്നത്. ജീവിതം അടിപൊളിയാക്കാനുള്ള നെട്ടോട്ടത്തിൽ യുവതലമുറ വിവാഹത്തെ കാണുന്നതും ഈ ഒരു കാഴ്ചപ്പാടിലാണ്. സോഷ്യൽ മീഡിയയും സിനിമയും രൂപപ്പെടുത്തിയെടുത്ത സൗന്ദര്യ സങ്കല്പങ്ങളുടെ കണ്ണാടിയിലൂടെയാണ് അവർ ദാമ്പത്യത്തെ കാണുന്നത്. പിതാക്കൾ അവർക്ക് ഭയാശങ്കകളോടെ അനുസരിക്കപ്പെടേണ്ട നിശബ്ദ ബിംബങ്ങളാവുമ്പോൾ മാതാക്കൾ അവർക്കു വേണ്ടി പണിയെടുക്കുകയും പിതാവിനെ അനുസരിക്കുകയും ചെയ്യുന്ന സ്ത്രീയാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ അവർ തന്നെ ആ കുടുംബത്തിൽ എത്തിപ്പെടുന്നത് സ്ത്രീധനവുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും മെച്ചപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള ഒരു പെണ്ണാവണം തന്റെ മരുമകൾ എന്ന് കുലീനയായ ആ അമ്മായിയമ്മയും മോഹിക്കുന്നു. പ്രണയിച്ച പെണ്ണിനോട് കനപ്പെട്ട സ്ത്രീധനമില്ലാതെ എന്റെ പപ്പ ഈ വിവാഹത്തിന് സമ്മതിക്കുകയില്ല എന്ന് പറയുന്ന അഭ്യസ്തവിദ്യനായ ചെറുപ്പക്കാരൻ ഈ ഉപഭോഗ സംസ്കാരത്താൽ ഷണ്ഡീകരിക്കപ്പെട്ട യുവവൃദ്ധനാണ്. അങ്ങനെ സ്ത്രീധനം വളരെ സാധാരണമായ ഒരു നടപടി എന്ന നിലപാടിലെത്തുകയാണ്. പ്രത്യേകിച്ച് ഒരു നിലപാടുമില്ലാത്ത ഈ ചെറുപ്പക്കാർ. സ്ത്രീയുടെ കൂടെ വരേണ്ട ഒന്നാണ് ധനം എന്നവർ മനസ്സിലാക്കുന്നു. പെൺകുട്ടിയെ പറഞ്ഞുവിടുക എന്നതാണ് ഭാഷയിലെ തന്നെ പ്രയോഗം. ആൺകുട്ടികളെ കെട്ടിക്കുന്ന രക്ഷിതാക്കൾ പെൺകുട്ടിയെ പറഞ്ഞുവിടുകയാണ് ചെയ്യുന്നത്. കിടപ്പാടം വിറ്റും കടം വാങ്ങിയും പെൺമക്കൾക്ക് പൊന്നും പണവും ഭൂമിയും നൽകിയാണ് ഇങ്ങനെ പറഞ്ഞുവിടുന്നത്. ഈ പെൺകുട്ടികൾ ഭർത്തൃവീട്ടിൽ പീഡനമേൽക്കുന്നതായി പരാതി പറഞ്ഞാലും സ്വന്തം വീട്ടിൽ ഒരിടമുണ്ടെന്നും തിരിച്ചു വരാമെന്നും പറയാൻ രക്ഷിതാക്കൾക്ക് കഴിയാത്തതും അവരങ്ങനെ ട്യൂൺ ചെയ്യപ്പെട്ടതുകൊണ്ടാണ്. പെൺകുട്ടിയുടെ മാനസിക പ്രശ്നമാണെന്ന് ഭർത്തൃവീട്ടുകാർ ആരോപിക്കുമ്പോൾ അവൾക്ക് ചികിത്സ നൽകാനാണ് രക്ഷിതാക്കൾ ശ്രമിക്കുന്നത്. പെണ്ണിനും സ്വന്തമായി ഇടമുണ്ടെന്നും അവൾക്കും സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുമെന്നും ആത്മവിശ്വാസം നൽകാൻ രക്ഷിതാക്കൾക്ക് കഴിഞ്ഞാൽ മാത്രമേ സ്ത്രീ ശാക്തീകരണം പൂർണ്ണമാവുകയുള്ളൂ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രബോധനം വാരികയുടെ ഓഡിയോ ഗ്രൂപ്പിലേക്ക് സ്വാഗതം. ഈ കൂട്ടായ്മയിലേക്ക് താങ്കളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. താഴെ പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ താങ്കൾക്കും ഈ കൂട്ടായ്മയിൽ അംഗമാകാം. മൊബൈൽ നമ്പർ 001-952-6633-787.